അങ്ങനെ നമ്മൾ പ്രേക്ഷകർ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. ആദർശിനെ കൊടുക്കാനായി അഭിയും കൂട്ടുപ്രതികളും മെനയുന്ന തന്ത്രങ്ങളും അതിനെ ആദർശും മുത്തശ്ശനും എങ്ങനെയൊക്കെയാണ് നേരിടാൻ പോകുന്നത് എന്നുള്ളതായിരിക്കട്ടോ ഇന്നത്തെ സ്റ്റോറി. അങ്ങനെ അഭി ആദർശിനോടുള്ള പക തീർക്കാൻ വേണ്ടി പുതിയൊരു മാർഗം കണ്ടെത്തുകയാണ്. ഇതിനായി അവൻ കൂട്ടുപിടിക്കുന്നത് ദുബായിലുള്ള തന്റെ പഴയ സുഹൃത്തിനെ ആയിരുന്നു. അനന്തപുരി കുടുംബത്തോടും ആദർശിനോടും പണ്ടേ ശത്രുതയുള്ള ഒരാളാണ് ഈ സുഹൃത്ത്. അതിനാൽ തന്നെ അഭിയുടെ ആവശ്യം കേട്ടപ്പോൾ അയാൾക്ക് വലിയ സന്തോഷമായി. ആദർശിന് നല്ലൊരു പണി കൊടുക്കാൻ താനും ഒരവസരം കാത്തിരിക്കുകയായിരുന്നു എന്ന് അയാൾ അഭിയോട് പറഞ്ഞു. ദുബായിലെ ആദർശിന്റെ ജ്വല്ലറി ബിസിനസ് തകർക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അവിടെയുള്ള ബ്രാഞ്ചിൽ കച്ചവടം കുറവാണ് എന്നും വലിയൊരു അഴിച്ചുപണി ആവശ്യമാണ് എന്നും വരുത്തി തീർക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അബിയുടെ സുഹൃത്താണ്. സ്ഥാപനത്തിലെ ജനറൽ മാനേജറെ കൊണ്ട് ആദർശിനെ വിളിപ്പിച്ച് അവിടെ വലിയ പ്രശ്നങ്ങളാണെന്നും ഉടൻ തന്നെ നേരിടണമെന്നും പറയിപ്പിക്കുന്നു. പുതിയൊരു ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം കൂടി നടക്കുന്നതിനാൽ ആദർശിന് ദുബായിലേക്ക് പോകാതിരിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. ദുബായിലെ ബിസിനസ് തകർച്ചയുടെ വിലക്കാണെന്നും നേരിട്ട് ചെന്ന് കാര്യങ്ങൾ ശരിയാക്കിയില്ലെങ്കിൽ ബ്രാഞ്ച് പൂട്ടേണ്ടി വരുമെന്നും ആദർശ് മനസ്സിലാക്കുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാനും പുതിയ ബ്രാഞ്ചിന്റെ കാര്യങ്ങൾ നോക്കാനുമായി ചുരുങ്ങിയത് 2-3 ആഴ്ചയെങ്കിലും അവിടെ നിൽക്കേണ്ടി വരുമെന്ന് ആദർശ് വീട്ടുകാരെ അറിയിച്ചു. എന്നാൽ ആദർശ് ദുബായിൽ വന്നിറങ്ങുന്ന നിമിഷം തന്നെ അവനെ കാത്തിരിക്കുന്നത് വലിയൊരു ചതിയാണ്. അബിയുടെ സുഹൃത്ത് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, അവൻ ഇങ്ങോട്ടേക്കൊന്ന് വന്നെത്തട്ടെ, പിന്നെ അവന്റെ കഷ്ടകാലം തുടങ്ങുകയായി. വന്നതുപോലെ തന്നെ അവൻ ഇവിടെ നിന്നും തിരിച്ചു പോവില്ല. അയാൾ അബിയോട് ഉറപ്പു പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ അബിക്ക് അടങ്ങാനാവാത്ത സന്തോഷമാണ്. തന്നെ പലതവണ അപമാനിക്കുകയും തരം താഴ്ത്തുകയും ചെയ്ത ആദർശിന് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കണമെന്ന് അബി സ്വപ്നം കണ്ടു. ഇതേ സമയം ഗർഭിണിയായ നയനയും വയസ്സായ മുത്തശ്ശനെയും വിട്ടു പോകുമ്പോൾ ആദർശിന് വലിയ വിഷമമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അബിയും ജലജയും അടങ്ങുന്ന വിഷജന്തുക്കൾ വീട്ടിലുള്ളപ്പോൾ നയനയുടെ സുരക്ഷയിൽ ആദർശിന് നല്ല ഭയമുണ്ട്. നയനയും തന്റെ ആശങ്ക അറിയിച്ചു. ആദർശേട്ടൻ കൂടെയുള്ളതാണ് എൻ്റെ ധൈര്യം. ഇത്രയും ദിവസം മാറി നിൽക്കുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ എന്ന് നയന പറഞ്ഞു കരഞ്ഞു. എന്നാൽ ബിസിനസിന്റെയും കുടുംബത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി താൻ പോയേ തീരൂ എന്ന് ആദർശ് നയനെ പറഞ്ഞു മനസ്സിലാക്കിയതോടുകൂടെ തന്നെ താൻ ഇല്ലെങ്കിലും അനി കാര്യങ്ങളൊക്കെ നോക്കിക്കോളുമെന്നും നയന കുറച്ചു ദിവസം സ്വന്തം വീട്ടിലേക്ക് മാറി നിൽക്കുന്നതാണ് സുരക്ഷിതമെന്നും ആദർശ് നിർദ്ദേശിച്ചു. അങ്ങനെ ആദർശ് യാത്രക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ അമ്മ ദേവയാനിയും നയനയും സങ്കടം അടക്കാൻ പാടുപെടുന്നു. ഇത്രയും നാളായിട്ടും മകനെ പിരിഞ്ഞു നിൽക്കേണ്ടി വന്നിട്ടില്ല എന്നും നയനയുടെ ഈ അവസ്ഥയിൽ നീ കൂടെ ഉണ്ടാകണമായിരുന്നു എന്നും ദേവയാനി കണ്ണീരോടെ പറഞ്ഞു. എന്നാൽ ഇത് ബിസിനസ് ആവശ്യത്തിനാണ് എന്നും വേഗം തന്നെ മടങ്ങി വരുമെന്ന് പറഞ്ഞ് ആദർശ് അമ്മയെ ആശ്വസിപ്പിച്ചു. പോവാൻ നേരത്ത് ആദർശ് മുത്തശ്ശന്റെ അനുഗ്രഹം തേടി. ദുബായിലെ സാഹചര്യം അത്ര പന്തിയല്ലെന്ന് മുത്തശ്ശന് സൂചനയുണ്ട്. അവിടെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. എന്നാൽ പേടിക്കണ്ട, എനിക്കവിടെ വലിയ പിടിപാടുള്ള സുഹൃത്തുക്കളുണ്ട്. എന്താവശ്യം വന്നാലും അവരെ വിളിച്ചാൽ മതിയെന്ന് മുത്തശ്ശൻ ആദർശിന് ധൈര്യം നൽകി. അവിടെയുള്ള കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കണമെന്നും കുഴപ്പക്കാരായ ജീവനക്കാരെ പിരിച്ചുവിട്ട് സ്ഥാപനം നന്നാക്കണമെന്നും മുത്തശ്ശൻ ആദർശിനെ ഉപദേശിച്ചു. മുത്തശ്ശന്റെ ഈ ആത്മവിശ്വാസം അബിയെ അല്പം ഭയപ്പെടുത്തുന്നുണ്ട്. മുത്തശ്ശന്റെ പിടിപാടുകൾ തന്റെ പദ്ധതികൾക്ക് തടസ്സമാകുമോ എന്ന് അവൻ സംശയിച്ചു. എങ്കിലും തന്റെ സുഹൃത്ത് അവിടെ വർഷങ്ങളായുള്ള ആളാണ് എന്നും ആദർശിനെ കൊടുക്കാൻ അയാൾക്ക് കഴിയുമെന്നും അബി സ്വയം സമാധാനിച്ചിരുന്നു. ജലജയും അബിയെ പിന്തുണച്ച് തന്നെ സംസാരിച്ചു. ദുബായിൽ വിമാനമിറങ്ങിയ ആദർശിനെ സ്വീകരിക്കാൻ GM ഉൾപ്പെടെയുള്ളവർ തന്നെ എത്തിയിരുന്നു. ഓഫീസിലെത്തി കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴാണ് ആദർശ് ആ ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി ആദർശ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഈ തട്ടിപ്പുകളെല്ലാം തന്നെ നടന്നിരിക്കുന്നത് ആദർശിന്റെ പേരിലാണ് എന്നതാണ്. ആദർശ് നാട്ടിലിരുന്ന് വ്യാജ ഇടപാടുകൾ നടത്തി എന്ന് വരുത്തി തീർക്കാനാണ് അബിയുടെ സുഹൃത്ത് ശ്രമിച്ചിരിക്കുന്നത്. നിയമക്കുരുക്കുകൾ മുറുകുകയാണെന്ന് ആദർശ് തിരിച്ചറിഞ്ഞു. ഇതൊരു ചെറിയ പ്രശ്നമല്ല എന്നും ഇതിൽ നിന്നും തലയൂരാൻ മാസങ്ങൾ എടുക്കേണ്ടി വരുമെന്നും അവന് മനസ്സിലായി. ഇത് ആരൊക്കെയോ ചേർന്ന് മനഃപൂർവ്വം ആസൂത്രണം ചെയ്ത ചതിയാണെന്നും ആദർശിന് ബോധ്യപ്പെട്ടു. അങ്ങനെ കാര്യങ്ങളുടെ ഗൗരവമെല്ലാം തന്നെ ആദർശ് വിളിച്ച് മുത്തശ്ശനെയും അജയനെയും അറിയിച്ചു. എന്നാൽ നയനയോടും അമ്മയോടും ഈ വിവരം ഒരിക്കലും പറയരുത് എന്ന് ആദർശ് പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. ആദർശ് വലിയ സമ്മർദ്ദത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ മുത്തശ്ശൻ അവനെ ആശ്വസിപ്പിച്ചു. നീ വിഷമിക്കേണ്ട മോനെ, ബിസിനസ്സിൽ ഇതൊക്കെ സാധാരണയാണ്. എൻ്റെ സുഹൃത്തുക്കളെ ഉപയോഗിച്ച് നമുക്കിതിനെ നേരിടാമെന്ന് മുത്തശ്ശൻ ആദർശിന് ഉറപ്പു നൽകി. ഇതേ സമയം അബിയുടെ സുഹൃത്ത് അബിയെ വിളിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു. ആദർശ് ഒരു വലിയ നിയമക്കുരുക്കിലാണ് പെട്ടിരിക്കുന്നത് എന്നും കേസും വഴക്കുമായി ചുരുങ്ങിയത് 6 മാസമെങ്കിലും അവൻ ഇവിടെ തന്നെ കുടുങ്ങിക്കിടക്കുമെന്നും സുഹൃത്ത് പറയുന്നു. ഇത് കേട്ട് അബിക്കും ജലജയ്ക്കും വളരെയധികം സന്തോഷമായി. അബിയും ജലജയും മതിമറന്ന് ആഹ്ലാദിക്കുന്നു. അവൻ അവിടെ കിടന്ന് നരകിക്കട്ടെ, അത്ര പെട്ടെന്നൊന്നും അവൻ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവർ വളരെയധികം സന്തോഷിച്ചു. എന്നാൽ അബി കരുതുന്നതുപോലെയല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. മുത്തശ്ശൻ തന്റെ ഉന്നതങ്ങളിലുള്ള സ്വാധീനം ഉപയോഗിച്ച് ആദർശിനെ രക്ഷിക്കാൻ തീരുമാനിച്ചു. കേസ് ഒത്തുതീർപ്പാനും കമ്പനിയെ രക്ഷിക്കാൻ
മുത്തശ്ശൻ നേരിട്ട് ഇടപെടുകയോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് നേരിട്ട് പോവാൻ തയ്യാറെടുക്കുകയോ ചെയ്യുന്നതോടുകൂടെ തന്നെ അബിയുടെ മോഹങ്ങൾക്ക് തിരിച്ചടി നൽകാൻ സാധ്യതയുണ്ട്. അവിടെ നടന്നിരിക്കുന്ന സാമ്പത്തിക തട്ടിപ്പിനെ പറ്റിയിട്ട് മുത്തശ്ശൻ അന്വേഷിക്കുകയും ഏത് വഴിയാണ് അത് വന്നത് എന്നെല്ലാം തന്നെ മുത്തശ്ശൻ കണ്ടുപിടിക്കും. എന്നാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് അവിടെ ആ ഒരു ജനറൽ മാനേജറാണെന്നും അതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തതെല്ലാം തന്നെ അബിയാണ് എന്ന സത്യമെല്ലാം തന്നെ മുത്തശ്ശൻ അറിയും. മുത്തശ്ശൻ അറിഞ്ഞ സത്യങ്ങളൊന്നും തന്നെ മുത്തശ്ശൻ അബിയോട് പറയുന്നില്ലെങ്കിൽ പോലും സത്യം മനസ്സിലാക്കിയ മുത്തശ്ശൻ ഏതായാലും ആ GMനെ ആദ്യം തന്നെ അവിടെ നിന്നും ആദർശിനെ കൊണ്ട് പറഞ്ഞു വിടിയിപ്പിക്കും. മാത്രവുമല്ല ആദർശിന് പെട്ടെന്നൊരു വലിയ ആക്സിഡന്റ് പറ്റിയെന്നും ആദർശ് മരണത്തിലേക്ക് പോയി എന്നൊരു കള്ള വാർത്ത തന്നെ അബിക്ക് ലഭിക്കുന്നുണ്ട്. ആദർശാണെങ്കിൽ കമ്പനിയെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളത്തിലായിരിക്കും. അവിടെ കുറേയധികം ഓവർലോഡ് വർക്കൊക്കെ ഉണ്ടാവും. പക്ഷേ ആദർശിനെ പറ്റിയിട്ട് യാതൊരു വിവരവും കിട്ടിയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ജലജയും അബിയും വളരെയധികം സന്തോഷത്തിൽ ഇവിടെ ഇങ്ങനെ ആഹ്ലാദിച്ച് ആർമാദിക്കുകയായിരിക്കും. ശരിക്കും ആദർശ് വീട്ടിലേക്ക് യാതൊരുവിധ കോണ്ടാക്റ്റും കൊടുക്കാത്തത് അത് മുത്തശ്ശന്റെ നിർദ്ദേശപ്രകാരം തന്നെയായിരിക്കും. കമ്പനിയെ പഴയ വഴിയിലേക്ക് തന്നെ ഉയർത്തിയെടുക്കുക, അതോടൊപ്പം തന്നെ മറ്റ് പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഗംഭീരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം തന്നെ ആയിരിക്കും കേട്ടോ ആദർശ് മടങ്ങിയെത്തുന്നത്. അബിയും ജലജയും വിചാരിച്ചിരിക്കുന്നത് ഇനി ഒരിക്കലും ആദർശ് തിരികെ വരില്ല, ആദർശിന്റെ ശവശരീരമായിരിക്കും തിരികെ വരുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അബിയും ജലജയും വളരെയധികം സന്തോഷത്തിലായിരിക്കും. ദുബായിലുള്ള കമ്പനിയെല്ലാം പൊട്ടിപ്പിളർന്നതോടുകൂടി തന്നെ അബിക്ക് ഇനി അതുവഴി അവിടെ അധികാരം കിട്ടുമെന്നൊക്കെ വ്യാമോഹിച്ചു നിൽക്കുമായിരുന്നു ജലജയും അബിയും. സത്യമെല്ലാം മനസ്സിലാക്കിയ മുത്തശ്ശൻ ഇതെല്ലാം തന്നെ കയ്യോടെ പിടികൂടുന്നുണ്ടെന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം ആദർശ് വളരെ സന്തോഷത്തിൽ അനന്തപുരിയിൽ തറവാട്ടിലേക്ക് കയറി വരും. ആദർശിനെ ജീവനോടെ കണ്ടിട്ട് ഒട്ടും വിശ്വസിക്കാൻ കഴിയാതെ കണ്ണും തുറപ്പിച്ച് നിൽക്കുമായിരിക്കും അബി. എന്നാൽ ആദർശ് വന്ന പാടത്തിന് അബിയുടെ കർണം തീർത്തൊരൊറ്റന്നങ്ങ് പൊട്ടിക്കുമെന്ന് മാത്രമല്ല അബി ചെയ്തിരിക്കുന്ന ക്രൂരകൃത്യങ്ങൾ നവ്യയുടെയും എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആദർശും മുത്തശ്ശനും ചേർന്ന് എല്ലാവരോടും വിളിച്ചു പറയും. അബിയെ ആ ഒരു ജ്വല്ലറിയിൽ നിന്നും പുറത്താക്കിയതോടുകൂടെ തന്നെ അബി തൻ്റെ കുടുംബത്തിനെതിരായിട്ട് കളിച്ചു എന്നതിൻ്റെ പേരിൽ പിന്നീട് അങ്ങനെ അബിയെ അനന്തപുരി തറവാട്ടിൽ നിന്ന് തന്നെ മുത്തശ്ശനും ആദർശും ചേർന്ന് പടിയിറക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ തരം വരാട്ടോ. ബൈ.